ഇത് ഞങ്ങൾ കാട്ടിയമ്പലത്തിൽ പോയതിന്റെ പാർട്ട് 2 വീഡിയോ കേട്ടോ. എനിക്കാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ദേവ് ഇടയ്ക്കിടയ്ക്ക് വായി വെച്ച് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബജ്ജിയൊക്കെ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ബജ്ജിക്കാട്ടി ഇഷ്ടപ്പെട്ടത് ആ ഒരു കോളിഫ്ലവർ വറുത്ത കേട്ടോ. അത് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കർമുറാന്നിരുന്നേ ഇത്. അത് കഴിച്ചപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് ദാഹമായി. പിന്നെ ഞങ്ങൾ ഓരോ കുലുക്കി സർബത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അത്യാവശ്യം നാക്ക് നനയ്ക്ക് അതൊക്കെ മതിയല്ലോ. വെറുതെ നമ്മൾ വെള്ളം കുടിച്ച് വേറെ ഇറക്കണ്ടെന്ന് എഴുതി. ഇനി ഒരുപാട് ഫുഡ് അടിക്കാനുള്ളതാണല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ 10 രൂപ 20 രൂപ കടകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മലയാളികൾ പിന്നെ എവിടെ വില കുറച്ച് കിട്ടുമെന്ന് നോക്കി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അങ്ങനെ അവിടെ കയറിയിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ കണ്ണു പോയത് ഈ ഉപ്പിലിട്ടതിലോട്ടാണ്. പക്ഷെ അതെടുത്തിട്ടുണ്ടായിരുന്നില്ല. പകരം ഞങ്ങൾ ഈ കടച്ചക്ക ഇങ്ങനെ മുളകും പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ എടുത്തില്ല, വെറൈറ്റിക്ക് വേണ്ടി കടച്ചക്ക എടുത്തു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ കടച്ചക്കയുടെ ആ ഒരു മധുരവും ആ എരിയും പുളിയും എല്ലാം കൂടി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് പെട്ടെന്ന് തീർന്നത് പോലും അറിഞ്ഞില്ല. ആകെ 2 3 വായിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ 10 രൂപ കട കണ്ടത്. 20 രൂപ കടയിൽ കയറി അബദ്ധമായിരുന്നു പിന്നെ മനസ്സിലായി. അവിടെ കയറിയിട്ടും ഞങ്ങൾക്ക് സമാധാനം ഇല്ലാതെ 1-2 സാധനങ്ങളൊക്കെ നോക്കിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ ഉത്സവത്തിന് പോയാലും പിന്നെ ഐസ്ക്രീം മസ്റ്റ് ആണല്ലോ. അങ്ങനെ അവിടെ കയറി ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു. 50-ന്റെ 60-ന്റെ ഉണ്ടായിരുന്നു. 60-ന്റെ ആകുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കൂടുതലാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഉള്ള ഫ്ലേവറൊക്കെ മതിയെന്ന്. അങ്ങനെ 50-ന്റെ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇരിക്കുന്ന ഫ്ലേവർ ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കറക്റ്റ് ഒരു ബൂമറിന്റെ ടേസ്റ്റ് ഒക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഐസ്ക്രീം നിന്നപ്പോഴാണെങ്കിൽ ലിപ്സ്റ്റിക്ക് വായിപ്പോയിരിക്കാൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സ്പൂൺ വെച്ച് കഴിക്കുന്ന ഐസ്ക്രീം ഞാൻ തപ്പി നടന്നെങ്കിലും അവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് എന്തായാലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചു ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചൊക്കെ കഴിച്ചു. ലിപ്സ്റ്റിക് ഇടുന്നവർക്ക് പെട്ടെന്ന് എന്റെ വിഷമം മനസ്സിലാവും. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ട് വന്നിട്ട് ഈ ഐസ്ക്രീം തിന്നുമ്പോഴത്തേക്കും എല്ലാം വയറ്റി പോകും.